കോഴിക്കോട് ജില്ലയുടെ കിഴക്കുഭാഗത്ത് കുന്നുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതേസമയം കരിങ്കൽ ക്വാറികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വാണിമേൽ നരിപ്പറ്റ പഞ്ചായത്തുകളിലായി കരിങ്കൽ ക്വാറികളുടെ എണ്ണം 22. വാണിമേൽ പുഴയുടെയും ചുറ്റുവട്ടത്തും താമസിക്കുന്ന ജനതയുടെയും ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ കരിങ്കൽ ക്വാറികൾ. ആറ് കൊച്ചുമലകളാണ് വാണിമേൽ പഞ്ചായത്തിലുള്ളത്. ഈ മലകളിൽ നിന്നാണ് വാണിമേൽ പുഴ ഉത്ഭവിക്കുന്നത്. വാണിമേൽ പുഴ എത്തുന്നതാവട്ടെ മയ്യഴിപ്പുഴയിലും. പക്ഷേ ഈ 6 മലകളും കോറി മാഫിയകൾക്ക് പഞ്ചായത്ത് നൽകി കഴിഞ്ഞു. ഒരു നാടും ഒരുപാട് പുഴകളും നശിക്കുന്നത് എങ്ങനെയെന്ന് ഇനി നമുക്ക് കാണാം. ഇതാണ് വാണിമേൽ പുഴ. ഈ കുന്നുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ചെറുതും വലുതുമായ നിരവധി നീരുറവകളാണ് പുഴയ്ക്ക് ജന്മം നൽകുന്നത്. വാണിമേൽ പുഴ മയ്യഴിപ്പുഴയിൽ ചെന്നു ചേരുന്നു. കമ്പിളിപ്പാറ, ഉടിമ്പിറങ്ങി, ചിറ്റാരി, മലയൻകാട്, ഉരുട്ടി, കാവിൽ എന്നീ 6 മലകളാണ് വാണിമേൽ പഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തി. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കുന്നുകൾ, ജലസമൃദ്ധം. ഈ കുന്നുകൾക്ക് താഴെ താമസിക്കുന്നവർക്ക് വീട്ടിൽ കിണർ വേണ്ട. ഉറവകളിൽ നിന്നുള്ള വെള്ളം പൈപ്പ് വഴി വീടുകളിലെത്തും. എന്നാൽ ഈ കുന്നുകളെക്കുറിച്ചുള്ള ആശങ്കയിലാണ് വാണിമേൽ നിവാസികൾ. ഭൂമാഫിയകൾ പലരായി ഈ കുന്നുകളൊക്കെ സ്വന്തമാക്കി. കരിങ്കൽ ക്വാറികൾ പ്രവർത്തിച്ചും തുടങ്ങി. ഇവിടെ ചിലർ ക്രഷർ സ്ഥാപിക്കുന്നതിനാണ് അനുമതി നേടിയതെങ്കിലും കരിങ്കൽ ക്വാറിയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വെറും 4 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 22 ക്വാറികൾ, 100 ഏക്കറിലധികം മലനിരകളാണ് ഇങ്ങനെ ഇടിച്ചു നിരത്തുന്നത്. ഈ പുഴ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന നിലയിലേക്ക് ഈ വൻകിട ഖനനങ്ങൾ എത്തിച്ചേരും എന്ന് ഉറപ്പാണ്. നേരത്തെ ഒരു 5 വർഷം മുമ്പ് വോയിസ്ക ഇൻ്റർനാഷണലിൻ്റെ ഒരു ഏജൻസി ഈ മലയോരത്ത് നടത്തിയിട്ടുള്ള പാരിസ്ഥിതിക പഠനത്തിൽ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്, ഇന്ന് തുടരുന്ന തരത്തിൽ ഈ കുന്നുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിയന്ത്രിതമായി തുടർന്നാൽ ഒരു 20 വർഷത്തിനകം ഈ മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ വാണിമേൽ പുഴ ഒരു കലക്കവെള്ളം ഒലിച്ചു പോകുന്ന വെറുമൊരു ചാലായി മാറും എന്ന് അവർ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കമ്പിളിപ്പാറ. കഴിഞ്ഞ വർഷമാണ് ഇവിടെ കരിങ്കൽ ഖനനം തുടങ്ങിയത്. ഇവിടെ നിന്ന് പ്രതിദിനം 150 ലോഡ് കരിങ്കല്ല് കൊണ്ടുപോകുന്നു. ദിവസവും 50ഓളം സ്ഫോടനങ്ങൾ നടത്താറുണ്ട്. ആറടി കുഴിയെല്ലാം വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉരുളിന് കൂടുതൽ സാധ്യതയാണ്. കാരണം പല പ്രാവശ്യം ഉരുൾ പൊട്ടിയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. പല പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ അക്കരെ ഷെഡിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. അത് ഇനി അതെല്ലാം കഴിഞ്ഞ് ആളിനിപ്പോൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങി താഴെ താമസിക്കാൻ നേരത്തെ ഇതുപോലുള്ള കോറേൻ്റെ പ്രശ്നങ്ങൾ അതങ്ങനെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു സൗകര്യം വരെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടത്. പരിസരത്തെ വീടുകളുടെ ചുമരുകൾ വിണ്ടുകീറി. വീടിന്റെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്. ആദിവാസികളടക്കം 150ലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 3 വർഷം മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയതാണ് വീടുകൾ. എനിക്ക് ഈ കോറ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ട്. വീടിൻ്റെ 2 ഭാഗത്തും വിള്ളൽ വന്നിട്ടുണ്ട്. ഇത് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വീടുണ്ടാക്കിയത്. എനിക്ക് പണിയൊന്നും എടുത്തുകൂടാ. ഇതുവരെ പണിക്ക് എവിടെയും പോക്കില്ല, നടുവേദനയിലായിട്ട്. പലതവണ ഉരുൾപൊട്ടലുണ്ടായ മലകളാണിത്. ഓരോ മഴക്കാലത്തും മലവെള്ളപ്പാച്ചിലിനെ ഭയന്നാണിവർ കഴിയുന്നത്. ക്വാറികൾ കാരണം മലയുടെ പല ഭാഗത്തും വിള്ളലുകളും കാണാം. വർഷങ്ങളായി വരൾച്ച എന്താണെന്നറിയാത്ത ഇവിടെ കഴിഞ്ഞ വേനലിൽ ലോറിയിൽ വെള്ളം എത്തിക്കേണ്ടി വന്നു. കൊല്ലം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം വളരെ ഞങ്ങളെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഒരു 10-40 വർഷത്തിലടക്കം ഇക്കുറി തീരെ വെള്ളം പറ്റി മൊത്തം ഈ ഏരിയ തീർത്തു. വാളാന്തോട്ടിൽ 100 വീടുകൾക്ക് 100 വീട് വരെ ഈ തോട്ടിലെ വെള്ളത്തിനെ ആശ്രയിക്കുന്നത്. ഈ കോറ വന്നതിന് ശേഷം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇക്കുറി ഭയങ്കരനായിരുന്നു.
ഇതാണ് ഉടുമ്പിറങ്ങി മല. 100 ഏക്കറിലധികം വിസ്തീർണമുള്ള ഈ മലയിൽ നിന്നുള്ള ജലസ്രോതസ്സുകളാണ് വാണിമേൽ പഞ്ചായത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ജീവിതത്തിൻ്റെ ആധാരം. ക്വാറികൾ സജീവമാകുന്നതോടെ ഇല്ലാതാവുക കേവലം മലകൾ മാത്രമായിരിക്കുകയില്ല. ക്രഷറിനുള്ള NOCയാണ് ഈ ക്വാറികൾക്ക് നൽകിയതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ക്രഷർ യൂണിറ്റും മറ്റും തുടങ്ങണമെങ്കിൽ വേണ്ട നിരപേക്ഷ സാക്ഷ്യപത്രങ്ങൾ ഒന്നും ഇവയ്ക്കില്ല. പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ മുഴുവൻ അറിയിച്ചിട്ട് നമുക്ക് NOC കൊടുക്കാൻ കഴിയില്ല. NOC ലൈസൻസ് കൊടുക്കുമ്പോൾ ജനങ്ങളുടെ സമ്മതവും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും. അവിടെ ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ, എതിർപ്പുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ലൈസൻസ് നൽകൂ. 60 സ്ഥലമുടമകളിൽ നിന്നാണ് ഇത്രയും ഭൂമി ക്വാറി ഉടമകൾ വൻ വിലയ്ക്ക് വാങ്ങിയത്. പൂർണ്ണാനുമതി ലഭിക്കുന്നതിന് മുൻപേ മലയിടിച്ചു നിരത്താനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി. അനുമതി നൽകുമ്പോൾ ജനങ്ങളുടെ സ്വത്തിനോ ജീവനോ ഭീഷണി ഉണ്ടാവരുതെന്ന് പഞ്ചായത്ത് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. ഉടമകൾ ഇതൊന്നും പരിഗണിക്കാതായപ്പോഴാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത്. പക്ഷേ സമരത്തിൽ ഒരേ സംഘടനയിലെ തന്നെ എല്ലാവരും അണിനിരന്നില്ല. കാരണം ക്വാറി ഉടമകളുടെ സ്വാധീനം അത്രയും വലുതാണ്. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു പരിസ്ഥിതി പഠനങ്ങളോ ഒന്നും നടത്താതെയാണ് ഈ ക്വാറികൾക്ക് NOC നൽകിയിരിക്കുന്നത്. ഇത് 3 വർഷത്തിനിടയിൽ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഈ അവസാനം കൊടുത്ത NOCയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് ഏത് വിധത്തിലുള്ള ഖനനമാണോ, ഇത് ഏത് പ്രദേശങ്ങളിലാണോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഒരു ഗ്രാമസഭ വിളിച്ചുകൂട്ടി ജനങ്ങളുമായി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. സമീപത്തെ നരിപ്പറ്റ പഞ്ചായത്തിലെ ക്വാറികളുടെ കണക്കുകൂടിയെടുത്താൽ 4 കിലോമീറ്ററിനുള്ളിൽ 7 വലിയ ക്വാറികളുണ്ട്, 15ലധികം ചെറിയ ക്വാറികളും. ഇവയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മലകളെയും അതിൻ്റെ ചുറ്റുവട്ടത്തുമായി വിടർന്നു വന്ന ഒരു ജീവിതത്തെയും സംസ്കാരത്തെയുമാണ്. റിപ്പോർട്ടേഴ്സ് ഡയറിയുടെ ഈ ലക്കം ഇവിടെ തീരുന്നു. വീണ്ടും കാണാം.